സോ ഗൈസ്, നമ്മുടെയൊക്കെ കുട്ടിക്കാലം അടിപൊളിയാക്കിയ ഫാക്ടേഴ്സിലൊന്ന് തന്നെയായിരുന്നു ഈ പറയുന്ന കാർട്ടൂൺസുകൾ എന്ന് പറയുന്നത്. അതും കൊച്ചി ടി വിയിലെ കാർട്ടൂൺസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഫീലും ഒരു നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് വേറൊരു തരം ഒരു ഫീലൊക്കെ തന്നെയാണ്. സോ ഈ പറയുന്ന കൊച്ചി ടി വിയിലെ തന്നെ മോസ്റ്റ് ഐക്കോണിക് ആനിമേറ്റഡ് ഷോസിൽ ഒന്ന് തന്നെയാണ് ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആനിമേറ്റഡ് ഷോയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു പവർ സോഴ്സ് എന്ന് പറയാൻ പറ്റുന്നതാണ് ഇതിനകത്തെ മാന്ത്രിക കല്ലുകൾ. സോ എനിവേ, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സീരീസിലെ ഫസ്റ്റ് സീസണിലെ ഒരു പ്ലോട്ടും അതേപോലെ തന്നെ ഈ പറയുന്ന മാന്ത്രിക കല്ലിനൊക്കെ കുറിച്ചാണ്. സോ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. This is me, your brother Adi, and today we are going to talk about Jackie Chan Adventures. സോ ഗൈസ്, നമ്മുടെ ഈ ചാനലിൽ നമ്മൾ നേരത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചധികം നേരത്തെ നമ്മൾ ഈ പറയുന്ന പോലെ ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ ഇതുവരെ ആരും കണ്ടിട്ടില്ലാന്നാലും തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ, ലിങ്ക് ഐ ബട്ടൺ എവിടെയെങ്കിലൊക്കെ ഞാൻ കൊടുത്തേക്കാം. സോ നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസാണ് നിങ്ങൾ തന്നിട്ടുള്ളത്. എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. സോ ആ ഒരു റെസ്പോൺസിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഊർജ്ജം കിട്ടിയിട്ടുള്ളത് പറയുന്നത് തന്നെ. സോ ഏകദേശം ഒരു വർഷത്തോളമൊക്കെ ആയി ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു സീരീസിലത്തെ ഫസ്റ്റ് സീസണിനെ കുറിച്ചാണ്. സോ കഥ നടക്കുന്നത് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പാണ്. സോ അന്ന് ഏഷ്യൻ ചൈന മൊത്തം 8 മോൺസ്റ്റേഴ്സാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. സോ ഭരിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയും ക്രൂരവും അത്രയും ദ്രോഹിച്ചുമൊക്കെയാണ് അവർ ഈ പറയുന്ന പോലെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആളുകളെ എന്തുമാത്രം കഷ്ടപ്പെടുത്താമോ അതിൻ്റെയൊക്കെ അങ്ങേ അറ്റത്ത് തന്നെയാണ് ഇവർ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നതും. സോ ഈ 8 മോൺസ്റ്റേഴ്സിൽ തന്നെ ഏറ്റവും ക്രൂരനും ഏറ്റവും കൂടുതൽ അമാനുഷിക ശക്തികളുമുള്ള ഒരു മോൺസ്റ്റർ തന്നെയായിരുന്നു ഷിൻഡോ എന്ന് പറയുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു മോൺസ്റ്റർ തന്നെയാണ് ഷിൻഡോ. സോ ഈ പറയുന്ന 8 മോൺസ്റ്റേഴ്സ് ചേർന്ന് ഏഷ്യൻ ചൈന മാത്രമല്ല, ഈ പറയുന്ന പോലെ ഏഷ്യ മൊത്തത്തിലാണ് ഈ ഒരു പോയി ഭരിച്ചുകൊണ്ടിരുന്നത്. സോ ഏഷ്യ മൊത്തത്തിൽ ഇവരിങ്ങനെ കൈയടക്കി വെച്ച് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ദ്രോഹങ്ങളൊക്കെ കണ്ടും കേട്ടുമൊക്കെ സഹിക്കാൻ പറ്റാതായപ്പോൾ ലോപ്പെ എന്ന് പറയുന്ന മന്ത്രവാദി ബാക്കിയുള്ള 7 മന്ത്രവാദികളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു മന്ത്രം ചെല്ലുകയും തുടങ്ങി ഈ ഒരു മന്ത്രങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ 8 മോൺസ്റ്റേഴ്സിനെ മറ്റൊരു ഡിമെൻഷനിൽ ഫീൽ ചെയ്യുകയുമാണ്. എന്നാൽ ഈ 8 മോൺസ്റ്റേഴ്സിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസും അതേപോലെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ മോൺസ്റ്ററുമായിട്ടുള്ള ഷിൻഡോയ്ക്കുള്ള ശിക്ഷ ഭൂമിയിലാണെന്ന് മനസ്സിലാക്കുന്ന ലോപ്പെ അതുകൊണ്ട് തന്നെ ഷിൻഡോയെ ബാക്കിയുള്ള 7 മോൺസ്റ്റേഴ്സിന്റെ കൂടെ ആ ഒരു ഡിമെൻഷനിൽ ഇട്ടാൽ അതൊരു പണിയാകുമെന്ന് മനസ്സിലാക്കിയ ലോപ്പെ ഷിൻഡോയെ തിരികെ ഭൂമിയിൽ കൊണ്ടുവരികയും തുടർന്ന് ഷിൻഡോയുടെ ഉള്ളിലുള്ള 12 ശക്തികളെ 12 മാന്ത്രികല്ലാക്കി മാറ്റുകയും ചെയ്യുന്നു. സോ ഈ മാന്ത്രികല്ലുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. തുടർന്ന് നമുക്ക് കഥയിലോട്ട് തന്നെ വരാം. അങ്ങനെ ഷിൻഡോയുടെ ഉള്ളിലുള്ള ഈ 12 ശക്തികളെ 12 മാന്ത്രികല്ലാക്കുകയും തുടർന്ന് ഷിൻഡോയെ ഒരു പ്രതിമയാക്കി മാറ്റുകയും ചെയ്യുന്നു. തുടർന്ന് ഈ 12 മാന്ത്രികല്ലുകളെ ലോകത്ത് പലയിടങ്ങളായി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. എന്നാൽ വർഷങ്ങൾ കടന്നുപോവുകയും ഷിൻഡോ ഡാർക്കൻസ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഗ്രൂപ്പുമായി ഒരു കോൺട്രാക്ട് ഏർപ്പെടുകയും തുടർന്ന് ഡാർക്കൻസ് ഗ്രൂപ്പ് ഈ പറയുന്ന 12 മാന്ത്രിക കല്ലുകളെ തേടി പോവുകയാണ്. എന്നാൽ ജാക്കി ചാൻ എന്നൊരു ആർക്കിയോളജിസ്റ്റ് തൻ്റെ അങ്കിളിൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ച് ആർട്ടിഫാക്റ്റുകൾ തേടി പോകുന്നു. എന്നാൽ ആർട്ടിഫാക്റ്റുകളെ തേടി പോകുമ്പോൾ ജാക്കി ചാൻ ചെന്നെത്തുന്നത് ഈ മാന്ത്രിക കല്ലുകളിലേക്കാണ്. എന്നാൽ മാന്ത്രിക കല്ലുകൾ വഴി ജാക്കി ചാൻ ഡാർക്കൻസിന്റെ അടുത്തേക്കും ചെല്ലുന്നു. തുടർന്ന് എങ്ങനെയൊക്കെയോ സെക്ഷൻ 13 എന്ന് പറയുന്ന ഗ്രൂപ്പിലും ക്യാപ്റ്റൻ ബ്ലാക്കിലേക്കുമാണ് അദ്ദേഹം എത്തിച്ചെല്ലുന്നത്. തുടർന്ന് ഈ പറയുന്ന 12 മാന്ത്രികല്ലിൻ്റെ പ്രാധാന്യങ്ങൾ അങ്കിളിൽ നിന്നും ഇവർ അറിയുന്നു. സോ അങ്കിൾ എന്ന് പറയുന്ന ക്യാരക്ടർ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ഈ ഒരു സീരീസിൽ. പുള്ളി ഒരുപാട് മാജിക് യൂസേഴ്സും അതേപോലെ തന്നെ ഈ പറയുന്ന ഏഷ്യൻ മാജിക്കിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. തുടർന്ന് അങ്കിൾ പുള്ളിയുടെ റിസർച്ചിലൂടെയൊക്കെ തന്നെയാണ് ഈ പറയുന്ന മാന്ത്രികല്ലുകളെ പറ്റിയൊക്കെ അറിയുന്നതും അങ്ങനെ ഈ പറയുന്ന സെക്ഷൻ 13 ഈ പറയുന്ന ജാക്കി ചാനും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ 12 മാന്ത്രികല്ലുകളെ തേടി പോകുന്നതും തുടർന്ന് നടത്തുന്ന സംഭവബഹുലമായ കഥയാണ് നമ്മൾ ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സിലൂടെ കാണുന്നത്. സോ ഈ ഒരു സീരീസിൽ നമ്മൾ മെയിനായിട്ട് കാണുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരെക്കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞേക്കാം. സോ അതിലെ ഒന്നാമത്തെ ക്യാരക്ടർ തന്നെയാണ് ജാക്കി ചാൻ ആണ് ഈ ഒരു സീരീസിലെ പ്രോട്ടോഗണിസ്റ്റ് എന്ന് പറയുന്നത്. സോ പുള്ളി ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. പുള്ളിയുടെ അങ്കിളിന്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് ആർട്ടിഫാക്റ്റുകൾ ലോകത്ത് പോവുകയും തുടർന്ന് ഇതിനെ ഒരു ആന്റിക് ഷോപ്പിൽ കളക്ട് ചെയ്യുകയും അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ ജീവിച്ചു പോകുന്നതും ഒക്കെ. സോ സെക്കൻഡ് ക്യാരക്ടറാണ് അങ്കിൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പ്രായം ചെന്നൊരു ക്യാരക്ടറാണ്. എന്നാൽ പ്രായം ചെന്നൊരു ക്യാരക്ടറാണെന്ന് കരുതി പുള്ളി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആ ഒരു മനുഷ്യൻ അത്രയ്ക്ക് റേഞ്ചിലുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ഒരു സീരീസിൽ വുഡ് മാജിക് യൂസ് ചെയ്യുന്ന ഒരു യൂസറാണ് ഈ പറയുന്ന അങ്കിൾ എന്ന് പറയുന്നത്. അങ്കിളിന് ഏഷ്യൻ മാജിക്കിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഈ പറയുന്ന 12 മാന്ത്രികല്ലുകളെയും തുടർന്ന് ഈ സീരീസിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതും തുടർന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അങ്കിൾ തന്നെയാണ്. സോ ഈ ഒരു സീരീസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഒരാളാണ് അങ്കിൾ എന്ന് പറയുന്നത്. ഈ സീരീസിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ഒരാളും അങ്കിൾ തന്നെയാണ്. സോ മൂന്നാമത്തെ ക്യാരക്ടറാണ് ജൂലി എന്ന് പറയുന്നത്. ജൂലി എന്ന് പറയുന്നത് ജാക്കി ചാൻ്റെ ചേട്ടൻ്റെ മകളാണ്. സോ ഈ ഒരു കൊച്ചുകുരിപ്പാണ് ഈ സീരീസിന് ഉള്ള വള്ളിയല്ല ഒപ്പിച്ചു കൊടുക്കുന്നത്. ചുമ്മാ നടക്കുന്ന ജാക്കി ചാൻ ഉള്ള വള്ളിയിലെല്ലാം കൊണ്ടുവന്ന് ചാടിക്കുന്നത് ഈ ഒരു ക്യാരക്ടറാണ്. സോ ഈ ഭയങ്കര വികൃതിയുള്ള ഒരു ക്യാരക്ടറിന് അത്യാവശ്യം നല്ലൊരു ഐക്യു ലെവൽ ഉണ്ടെന്നുള്ള കാര്യം ഈ ഒരു സീരീസിൽ ആദ്യം മുതൽ തന്നെ നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. സോ അടുത്ത ക്യാരക്ടറാണ് ക്യാപ്റ്റൻ ബ്ലാക്ക് എന്ന് പറയുന്നത്.
ഈ ഒരു ക്യാരക്ടർ ഒരു ഏജന്റാണ്. സെക്ഷൻ 13 എന്ന് പറയുന്ന ഒരു CIA പോലത്തെ ഒരു ഏജൻസി ഉണ്ട്. ആ ഒരു ഏജൻസിയിലെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ലീഡറാണ് ഈ പറയുന്ന ക്യാപ്റ്റൻ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒറിജിനൽ ഐഡൻറ്റിറ്റിയെ പറ്റി ഒന്നും ഈ ഒരു സീരീസിലൊന്നും പറഞ്ഞു പോകുന്നില്ല. ക്യാപ്റ്റൻ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു മിസ്റ്ററി മാനാണ്, അല്ലെങ്കിൽ നിക് ഫ്യൂരിയെ പോലൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് ഈ പറയുന്ന ക്യാപ്റ്റൻ ബ്ലാക്ക് എന്ന് പറയുന്നത്. സോ പുള്ളിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ജാക്കി ചാൻ പലതരത്തിലുള്ള മിഷൻസിന് പോകുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഈ ഒരു സീരീസിൽ ടെക്നോളജി ഒരുപാടായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ കാണിക്കുന്നതൊക്കെ ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻ ബ്ലാക്കും പുള്ളിയെ ബേസ് ചെയ്ത് കിടക്കുന്നത് സെക്ഷൻ 13 ബന്ധപ്പെട്ട് തന്നെയാണ്. സോ ഈ ഒരു സെക്ഷൻ 13 എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു മിസ്റ്ററി സ്ഥലമാണെന്ന് തന്നെ പറയാം. ഈ ഒരു സ്ഥലത്തോട് കയറി ചെല്ലുന്ന രീതിയാണെങ്കിലൊക്കെ അതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് ഈ ഒരു സീരീസ് കാണിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, നമ്മളെല്ലാവരും ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ളവർ തന്നെയാണ്. സോ അടുത്ത ക്യാരക്ടറാണ് ഷിൻഡോ. സോ ഷിൻഡോ ആണ് ഈ പറയുന്ന ഫസ്റ്റ് സീസണിലെ മെയിൻ ആൻറ്റോഗണിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഷിൻഡോയെ പറ്റി ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളത് തന്നെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഇനി ഞാൻ പറയുന്നില്ല, കാരണം വീഡിയോയുടെ തുടക്കം മുതൽ തന്നെ ഈ പറയുന്നത് ഷിൻഡോയെ പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ അടുത്തതാണ് ഡാർക്കൻസ്. ഡാർക്കൻസ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഗ്യാങ് ആണ്. ഈ ഒരു ഗ്യാങ്ങിൻ്റെ ലീഡർ എന്ന് പറയുന്നത് വാൾട്ടർ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഗ്യാങ്സ്റ്റർ തന്നെയാണ്. വാൾട്ടറിൻ്റെ ശിങ്കടികളായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അവരുടെ പേരൊന്നും ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നമുക്കെല്ലാം കൂടെ കുഴങ്ങി പണ്ടാരടങ്ങിപ്പോൾ വെറുതെ അതിലോട്ട് ഞാൻ പോകുന്നില്ല. ഈ ഒരു സീരീസിൻ്റെ മലയാളം ഡബിൽ ഈ ഒരു ക്യാരക്ടേഴ്സിന് ശേഖർ ശങ്കർ രാജപ്പൻ എന്നാണ് പറയുന്നത് തന്നെ. ഇതിൻ്റെ ഒറിജിനൽ വേർഷനിൽ വേറൊരു പേരാണ് പറയുന്നത്. സോ ഇതിലെ മറ്റൊരു ക്യാരക്ടറാണ് ഭീമ എന്ന് പറയുന്നത്. ഭീമ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഹീറോ ടൈപ്പ് ക്യാരക്ടറാണെന്ന് പറയാം. സോ ഫസ്റ്റ് സീസണൊക്കെ അവസാനിക്കുമ്പോഴത്തേക്കും ഭീമ ഈ പറയുന്ന പോലെ ജാക്കി ചാൻ്റെ കൂടെ ചേരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുമോ. ഈ പറയുന്ന പോലെ 4ാമത്തെ സീസണിലും കണ്ട് ഭീമയെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ്, മെയിനായിട്ട് ഭീമയെ തന്നെയാണ് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. സോ ഇതിന് ഈ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം റെസ്പോൺസ് ഉണ്ടെങ്കിൽ 2ാമത്തെ സീസണും 3ാമത്തെ സീസണും 4ാമത്തെ സീസണും 5ാമത്തെ സീസണും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. സോ നമുക്ക് ഈ പറയുന്ന പോലെ ഇനി ഫസ്റ്റ് സീസണിലെ മെയിൻ പവർ സോഴ്സ് അല്ലെങ്കിൽ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മാന്ത്രികക്കല്ലുകളാണ്. ഇനി ആ മാന്ത്രികക്കല്ലുകളെ കുറിച്ച് സംസാരിക്കാം. ഷിൻഡോ എന്ന് പറയുന്ന ആ ഒരു ഡീമന്റെ ഉള്ളിൽ നിന്നും എടുത്തിട്ടുള്ള 12 ശക്തികളെ 12 മാന്ത്രികക്കല്ലുകളാക്കി മാറ്റുകയും ആ 12 മാന്ത്രികക്കല്ല് ലോകത്തിന്റെ പലയിടങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. ഈ 12 മാന്ത്രികക്കല്ലിന് ചൈനീസ് സോഡിയാക്കിലുള്ള 12 മൃഗങ്ങളുടെ മുദ്രയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ പറയുന്ന ഓരോ മുദ്രയുള്ള മാന്ത്രികക്കല്ലിനും ഓരോരോ ഡിഫറെൻറ്റ് പവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ 12 മാന്ത്രികക്കല്ലുകളും ഷിൻഡോയ്ക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവർ സീല് ബ്രേക്ക് ചെയ്യാനും തുടർന്ന് തൻ്റെ ഒറിജിനൽ ഫോമിലോട്ട് ഷിൻഡോയ്ക്ക് വരാനും സാധിക്കുകയുള്ളൂ. സോ ഈ 12 മാന്ത്രികക്കല്ലിലെ ആദ്യത്തെ മാന്ത്രികക്കല്ലാണ് കോഴിയുടെ മുദ്രയുള്ള മാന്ത്രികക്കല്ല്. ഈ ഒരു മാന്ത്രികക്കല്ലിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഗ്രാവിറ്റിയെ കൺട്രോൾ ചെയ്തുകൊണ്ട് തൻ്റെ ബോഡിയെ ഒരു 0 ഗ്രാവിറ്റിയിലേക്ക് കൊണ്ടുപോയി പറക്കാനായി സാധിക്കുന്നതാണ്. ചുമ്മാ പറക്കാൻ മാത്രമല്ല ഈ ഒരു മാന്ത്രികക്കല്ലിനോട് ഉപകാരപ്പെടുന്നത്. ഈ ഒരു മാന്ത്രികക്കല്ല് യൂസ് ചെയ്തുകൊണ്ട് ടെലികൈനസ് പവറും യൂസ് ചെയ്യാനായി സാധിക്കും. സോ ഇനി ടെലികൈനസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അത് പറഞ്ഞേക്കാം. ടെലികൈനസ് പവർ ഉപയോഗിച്ച് ഒരാളുടെ ബോഡി കൺട്രോൾ ചെയ്തുകൊണ്ട് അത് ജീവനുള്ളവയോ ജീവനില്ലാത്തവയോ എന്തുമായിക്കോട്ടെ അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ ഈ പറയുന്ന പോലെ പറക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും, എടുത്തു വെക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. സോ ഈ ഒരു പവർ നമ്മൾ പല സീരീസിലും മാർവലിലും ഡീസിലും ഒക്കെ പലയിടത്ത് കണ്ടിട്ടുള്ളതാണ്. സോ ഈ 12 മാന്ത്രികക്കല്ലിലെ 2ാമത്തെ മാന്ത്രികക്കല്ലാണ് പാമ്പിന്റെ മുദ്രയുള്ള മാന്ത്രികക്കല്ല് എന്ന് പറയുന്നത്. സോ ഈ ഒരു മാന്ത്രികക്കല്ലിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഇൻവിസിബിലിറ്റി ആണ്. സോ ഈ ഒരു മാന്ത്രികക്കല്ല് യൂസ് ചെയ്ത യൂസറിന് ഇൻവിൻസിബിൾ ആവാനായി സാധിക്കും. സോ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഈ ഒരു മാന്ത്രികക്കല്ല് വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ്. സോ ഈ ഒരു മാന്ത്രികക്കല്ല് ഈ ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈപ്പർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഈ വൈപ്പർ എന്ന് പറയുന്ന ക്യാരക്ടർ ജാക്കി ചാൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആണ്. മലയാളം ഡബിൽ ഈ ഒരു ക്യാരക്ടറിന് കള്ളിറാണി എന്നാണ് പറയുന്നത്. സോ 12 മാന്ത്രികക്കല്ലിലെ 3ാമത്തെ മാന്ത്രികക്കല്ലാണ് കാളയുടെ മുതലുള്ള മാന്ത്രികക്കല്ല് എന്ന് പറയുന്നത്. ഈ ഒരു മാന്ത്രികക്കല്ലിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ആണ്. ഈ ഒരു മാന്ത്രികക്കല്ല് യൂസ് ചെയ്യുന്ന ഒരു യൂസറിന് പർവ്വതം പോലും മേടിച്ച് പൊട്ടിക്കാനുള്ള ഒരു ശക്തി കിട്ടുമെന്നാണ് പലയിടങ്ങളെയും മെൻഷൻ ചെയ്യുന്നത്. സോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു മാന്ത്രികക്കല്ല് ഫയൽമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് കിട്ടുകയും തുടർന്ന് ഫയൽമാൻ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഗുസ്തിക്കാരനാണ്. പുള്ളിയുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ടതെന്നാണ് മുഖംമൂടി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാന്ത്രികക്കല്ല് ഒരു ലക്കി ചാമാണെന്ന് കരുതി ഈ പറയുന്ന മുഖംമൂടിയിൽ വെക്കുകയും എന്നാൽ ഈ പവർ ആ ഒരു തരത്തിൽ ഒരു ലക്കി ചാമാണ് എന്നുള്ള തരത്തിലാണ് ഈ ക്യാരക്ടർ ഈ ഒരു മാന്ത്രികക്കല്ല് യൂസ് ചെയ്യുന്നത്. ഇതിന് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്നോ ഇതിന് ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നോ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഫയൽമാൻ അറിയില്ല. സോ ഈ പറയുന്ന ഫയൽമാൻ പല മത്സരങ്ങളിൽ ജയിക്കുന്നത് ഈ ഒരു മാന്ത്രികക്കല്ല് യൂസ് ചെയ്ത് തന്നെയാണ്. എന്നാൽ പുള്ളിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. സോ ജാക്കി ചാൻ്റെ കയ്യിൽ ഒരു മാന്ത്രികക്കല്ല് കിട്ടിയാലും പിന്നീടുള്ള എപ്പിസോഡിലും ഈ മാന്ത്രികക്കല്ല് പലരും യൂസ് ചെയ്യുന്നതായി കാണാം. അതിൽ ഈ പറയുന്ന കാളയുടെ മുതലുള്ള മാന്ത്രികക്കല്ല് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫയൽമാൻ തന്നെയാണ്. സോ അതേപോലെ തന്നെ ഈ ഒരു മാന്ത്രികക്കല്ല് യൂസ് ചെയ്യുന്ന യൂസറിൻ്റെ ബോഡി സൈസ് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു മാന്ത്രികക്കല്ല് ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഫൈറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മാന്ത്രികക്കല്ല് തന്നെയാണ് ഈ പറയുന്ന കാളയുടെ മുതലുള്ള മാന്ത്രികക്കല്ല് എന്ന് പറയുന്നത്. സോ ഈ ഒരു മാന്ത്രികക്കല്ലിൻ്റെ ലിസ്റ്റിലെ അടുത്ത മാന്ത്രികക്കല്ലും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാന്ത്രികക്കല്ലുകൾ ഒന്നാണ് മുയലിൻ്റെ മുതലുള്ള മാന്ത്രികക്കല്ല് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി പവർഫുൾ മാന്ത്രികക്കല്ലുകളിൽ ഒന്ന് തന്നെയാണ് മുയലിൻ്റെ മുതലുള്ള മാന്ത്രികക്കല്ല് എന്ന് പറയുന്നത്. ഈ ഒരു മാന്ത്രികക്കല്ലിൻ്റെ ഏറ്റവും കൂടുതൽ പവർ എന്ന് പറയുന്നത് സൂപ്പർ ഹ്യൂമൻ സ്പീഡാണ്.
ഈ ഒരു മാന്ത്രികൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സ്പീഡിൽ തന്നെ ഓടാനേ സാധിക്കും. ഏകദേശം സൗണ്ടിൻ്റെ സ്പീഡിലായി ഓടാനേ സാധിക്കുമെന്നാണ് പറയുന്നതിൽ തന്നെയും ഈ സീരീസിലെ പല എപ്പിസോഡുകളിൽ ലൈറ്റിൻ്റെ സ്പീഡിൽ പോലും ഈ ഒരു മാന്ത്രികൽ ഉപയോഗിച്ച് പോകാനായി സാധിക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു എപ്പിസോഡിൽ ജൂലി പോലും ഈ ഒരു മാന്ത്രികൽ യൂസ് ചെയ്ത് ടൈം ട്രാവൽ ചെയ്യുകയും തുടർന്ന് കുറേ സംഭവമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അത് സീരീസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. സോ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ മാന്ത്രികല്ലുകൾ ഒന്ന് തന്നെയാണ് ഈ പറയുന്ന ഉയർന്ന മുതലുള്ള മാന്ത്രികല്ല് എന്ന് പറയുന്നത്. സോ ഈ ഒരു മാന്ത്രികല്ല് കിട്ടുന്നത് ഒരു ആമയുടെ തോടിനുള്ളിൽ നിന്നൊക്കെയാണ്. ആൻഡ് ഈ ഒരു മാന്ത്രികല്ല് ഈ ഒരു സീരീസിൽ കൂടുതലായി യൂസ് ചെയ്യുന്നത് ഭീമ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. സോ ഈ ഒരു ക്യാരക്ടറിൻ്റെ ബോഡി സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലുതാണ്. സോ ഞാൻ ബോഡി ഷേവിങ് നടത്തുന്നതല്ല, ഒരു ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. ഒരുപാട് ഫാറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിന് ഓടാനും ഒക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാരക്ടറാണ് ഈ ഒരു മാന്ത്രികല്ല് കൂടുതലായി യൂസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. സോ ഈ ഒരു ലിസ്റ്റിൽ തന്നെ അടുത്ത മാന്ത്രികല്ലാണ് 6 മുതലുള്ള മാന്ത്രികല്ല് എന്ന് പറയുന്നത്. സോ ഈ ഒരു മാന്ത്രികല്ലിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ്. സോ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൂടുവിട്ട് കൂടുമായ. നിങ്ങൾ അനന്തഭദ്രമൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫോഡ് വിട്ട് കൂടുമായ എന്ന് പറയുന്ന പരിപാടിക്ക് എന്താണെന്നുള്ളത്. എങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ തൻ്റെ ഫിസിക്കൽ ഫോമിൽ നിന്നും ആസ്ട്രൽ ഫോമിലോട്ട് അല്ലെങ്കിൽ സോളിനെ ഫിസിക്കൽ ബോഡിയിൽ നിന്നും വെളിയെ കൊണ്ടിരിക്കും. തുടർന്ന് ഈ സോളിനെ എങ്ങോട്ട് വേണമെങ്കിലും ലോകത്തിൻ്റെ ഏത് സൈഡിലോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാനായി സാധിക്കും. എന്നാൽ ഇതിൽ നിന്നും ഇച്ചിരിയുടെ വ്യത്യസ്തത ഈ ഒരു സീരീസിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു മാന്ത്രികനെ യൂസ് ചെയ്ത് ഒരാളുടെ ഫിസിക്കൽ ഫോമിൽ നിന്നും ആസ്ട്രൽ ഫോമിനെ വെളിയെ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റൊരാളുടെ ഉറക്കത്തിലേക്ക് കയറുകയും അയാളുടെ ഡ്രീമിൽ ചെന്ന് അയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. സോ പറയുമ്പം ഒരു ഫൈറ്റിനൊന്നും അത്യാവശ്യം പിന്നെ യൂസ്ഫുൾ ഇല്ലാത്തൊരു മാന്ത്രികല്ലാണ് ഇത് എങ്കിലും ഒരു എപ്പിസോഡിൽ ഈ ഒരു മാന്ത്രികല്ല് യൂസ് ചെയ്ത് ഷിൻഡോയുടെ ആത്മാവിനെ വെളിയെ കൊണ്ടുവന്നിട്ട് ജൂലിയുടെ ബോട്ടിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ ജൂലിയുടെ ബോഡിയിൽ നിന്നും ഈ ആത്മാവ് വെളിയെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷിൻഡോയുടെ ആത്മാവിന് ജൂലിയുടെ ബോഡിയിൽ കയറാനും ജൂലിയുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാനായി സാധിച്ചത്. തുടർന്ന് ജൂലിയുടെ ബോഡി ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന 12 മാന്ത്രികലൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ഇതിനൊട്ടും പവർ ഇല്ല എന്ന് പറയാനായി സാധിക്കില്ല. എന്നാൽ ഈ മറ്റ് മാന്ത്രികലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാന്ത്രികത്തിൽ പവറും ഇല്ല. സോ 12 മാന്ത്രികലിൻ്റെ ഈ ഒരു ലിസ്റ്റിലെ 6ാമത്തെ മാന്ത്രികൽ എന്ന് പറയുന്നത് ഡ്രാഗന്റെ മുതലുള്ള മാന്ത്രികലാണ്. ഈ ഒരു 12 മാന്ത്രികലിന് തന്നെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് പവർഫുൾ മാന്ത്രികൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു മാന്ത്രികല്ല് യൂസ് ചെയ്തുകൊണ്ട് എർത്തിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുന്നു ഈ സീരീസിൽ പലയിടങ്ങളായി മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മാന്ത്രികല്ല് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സീരീസിലെ പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ടുള്ള ജാക്കി ചാൻ തന്നെയാണ്. എന്നാൽ ഈ ഒരു മാന്ത്രികല്ല് ഒരു ഡ്രോബാക്ക് കൂടിയുണ്ട്. ഈ ഒരു മാന്ത്രികല്ല് യൂസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്ത് ഒരിടത്തോട്ട് മാത്രമേ നമുക്ക് ഈ പറയുന്ന പവർ യൂസ് ചെയ്യാനേ സാധിക്കില്ല. അതുപോലെ ഈ ഒരു മാന്ത്രികല്ലെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സോ 7ാമത്തെ മാന്ത്രികല്ലാണ് പന്നിയുടെ മുതലുള്ള മാന്ത്രികല്ല് എന്ന് പറയുന്നത്. ഡ്രാഗൺ മാന്ത്രികല്ലിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്കാണ് ഈ ഒരു മാന്ത്രികല്ലിൻ്റെ പോസിറ്റീവ് എന്നും പറയാം. സോ ഈ ഒരു മാന്ത്രികല്ലിൻ്റെ മെയിൻ പവർ എന്ന് പറയുന്നത് ഹീറ്റ് ബീം ആണ്. നമ്മൾ സൂപ്പർമാനിലാണെങ്കിലും ഹോംലാൻഡറിലാണെങ്കിലും അതേപോലെ ഡാർക്ക് സൈഡിലും ഈവൻ സെൻട്രിയിലും ഒക്കെ കണ്ടിട്ടുള്ള സെയിം പവർ തന്നെയാണ് ഹീറ്റ് ബീം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഹീറ്റ് ബീമിനെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ണുകൾ കൊണ്ട് ഈ പറയുന്ന ഹീറ്റ് ബീമിനെ കൺട്രോൾ ചെയ്ത് ഫോക്കസ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാനായി സാധിക്കും. എന്നാൽ ഈ ഒരു മാന്ത്രികല്ലിന് ഈ പറയുന്ന ഡ്രാഗൺ മാന്ത്രികല്ലിൻ്റെ അത്രയും പവർ ഒന്നുമില്ല. ഡ്രാഗൺ മാന്ത്രികല്ലിനാണ് ഏറ്റവും പവർ. ഈ ഒരു മാന്ത്രികല്ലിന് അതാ റേഞ്ചിലുള്ള പവർ ഒന്നും ഇല്ല. എന്നേരത്തെ ഒട്ടും പവർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈവൻ കമ്പാരിറ്റീവ്ലി ഡ്രാഗൺ മാന്ത്രികല്ലിന് അത്രയും പവർ ഈ ഒരു മാന്ത്രികല്ലിനില്ല. സോ ഈ ഒരു ലിസ്റ്റിലെ 8ാമത്തെ മാന്ത്രികല്ലാണ് എലിയുടെ മുതലുള്ള മാന്ത്രികല്ല് എന്ന് പറയുന്നത്. സോ ഈ ഒരു മാന്ത്രികല്ല് യൂസ് ചെയ്ത് ജീവനില്ലാത്ത ഏതൊരു വസ്തുവിനും ജീവൻ കൊടുക്കാനായി സാധിക്കും. സോ ഏതൊരു നോൺ ലിവിങ് തിങ്സും അതെന്തുമായിക്കോട്ടെ അതിന് ഈ പറയുന്ന പോലെ ജീവൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു മാന്ത്രികല്ലിൻ്റെ മെയിൻ പവർ എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ള മാന്ത്രികല്ലിൻ്റെ വീക്കസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മാന്ത്രികല്ല് എടുക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന ഒരു എലിയുടെ ചിഹ്നമുള്ള മാന്ത്രികല്ല് ഉൾപ്പെടുമെങ്കിൽ തന്നെയും ഷിൻഡോയ്ക്ക് വെളിയിൽ വരാൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാന്ത്രികല്ലും ഈ പറയുന്ന എലിയുടെ ചിഹ്നമുള്ള മാന്ത്രികല്ലാണ്. കാരണം ഈ പറയുന്ന പോലെ ഷിൻഡോയുടെ ഒക്കെ ഒരു ജീവൻ ഉണ്ടെങ്കിൽ തന്നെയും അതൊരു ശിലയായിട്ടാണ് ഇരിക്കുന്നത്. സോ ഈ ഒരു മാന്ത്രികല്ല് യൂസ് ചെയ്ത് ഈ ശിലയായിട്ടിരിക്കുന്ന ഷിൻഡോയ്ക്ക് വെളിയിൽ വരാനായി സാധിക്കും. സോ ബാക്കിയുള്ള ഏത് മാന്ത്രികല്ല് കിട്ടിയില്ലെങ്കിലും ഈ ഒരു മാന്ത്രികല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സീല് ബ്രേക്ക് ചെയ്യാനായി സാധിക്കും. എന്നാൽ ഫുൾ മാന്ത്രികല്ല് കിട്ടിയിട്ടുള്ള ഷിൻഡോയുടെ അത്രയും പവർ ലെവൽ കാണത്തില്ല എന്ന് മാത്രം. സോ ഈ ഒരു മാന്ത്രികല്ല് യൂസ് ചെയ്ത് ഒന്നിലധികം നോൺ ലിവിങ് തിങ്സിന് ജീവൻ നൽകാനായി സാധിക്കും. ഈ ഒരു മാന്ത്രികല്ല് ഈ ഒരു സീരീസിൽ കൂടുതലായി യൂസ് ചെയ്യുന്നത് സൂപ്പർ വോസ് എന്ന് പറയുന്ന ഒരു ടോയ് ഉണ്ട്. ആ ടോയാണ് ഈ ഒരു ടോയ് എന്ന് പറയുന്നത് ഈ പറയുന്നത് ജൂലിയയുടെ ഒരു ടോയാണ്. ജൂലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോയ്കളിൽ ഒന്നാണ് സൂപ്പർ മൂസ് എന്ന് പറയുന്നത്. ഈ ഒരു ടോയാണ് ഈ പറയുന്ന പോലെ മാന്ത്രികൻ കൂടുതലായി യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ പല ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും ജൂലി ഈ മാന്ത്രികൻ യൂസ് ചെയ്ത് സൂപ്പർ മൂസിന് ജീവൻ കൊടുക്കുകയും പല ലൈക്ക് ജാക്കിച്ചേനെ സഹായിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ. സോ 12 മാന്ത്രികല്ലിൻ്റെ ഈ ഒരു ലിസ്റ്റിലെ അടുത്ത മാന്ത്രികല്ലാണ് കുതിരയുടെ മുതലുള്ള ഈ ഒരു മാന്ത്രികല്ലിൻ്റെ ഏറ്റവും കൂടെ പവർ എന്ന് പറയുന്നത് ഹീലിംഗ് എബിലിറ്റി ആണ്. സോ നമ്മൾ ഈ പറയുന്നത് എക്സ്മാനിൽ കണ്ടിട്ടുള്ള ഡെഡ് പൂളിൻ്റെയും വൂൾവറിൻ്റെയും ഒക്കെ പവറിനെ തന്നെയാണ് ഈ ഇവിടെയും കാണിച്ചിട്ടുള്ളത്. അപാര ഹീലിംഗ് പവറാണ് ഈ ഒരു മാന്ത്രികല്ല് യൂസ് ചെയ്യുമ്പോൾ ആ യൂസറിന് കിട്ടുന്നത്.
ഒരു എപ്പിസോഡിൽ ജാക്കി ചാൻ മരണത്തിൻ്റെ വക്കിൽ വരെ പോവുകയും തുടർന്ന് ജോലി ഈ ഒരു മാന്ത്രികൽ ഉപയോഗിച്ചുകൊണ്ട് ജാക്കി ചാനെ തിരിച്ചു കൊണ്ടുവരുന്നതായി കാണാനേ സാധിക്കുന്നു. സോ വൺ ഓഫ് ദി ബെസ്റ്റ് മാന്ത്രികൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മാന്ത്രികലാണ് ഈ പറയുന്ന കുതിരയുടെ മുതലുള്ള മാന്ത്രികൽ എന്ന് പറയുന്നത്. സോ 12 മാന്ത്രികലിൻ്റെ ഈ ഒരു ലിസ്റ്റിൽ 10ാമത്തെ മാന്ത്രികലാണ് പട്ടിയുടെ മുതലുള്ള മാന്ത്രികൽ എന്ന് പറയുന്നത്. ഈ ഒരു കൂട്ടത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മാന്ത്രികൽ എന്നും ഈ ഒരു മാന്ത്രികലിനെ വിശേഷിപ്പിക്കാം. ഈ ഒരു മാന്ത്രികലിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഇമ്മോർട്ടാലിറ്റി ആണ്. ഈ ഒരു മാന്ത്രികൽ യൂസ് ചെയ്യുന്ന യൂസറിന് ഇമ്മോർട്ടാലിറ്റി പവർ കിട്ടും. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഡ്രാഗൺ മാന്ത്രികലിനെ ഉപയോഗിച്ച് ഈ പറയുന്ന പട്ടിയുടെ മുതലുള്ള മാന്ത്രികലിന് യൂസ് ചെയ്യുന്ന യൂസറിനെ അറ്റാക്ക് ചെയ്താലും ആ ഒരു യൂസറിന് ഒന്നും സംഭവിക്കില്ല. കാരണം അത്രയ്ക്ക് ഒരു വിഷയം മാന്ത്രികലാണ് ഈ പറയുന്ന പട്ടിയുടെ ചിഹ്നമുള്ള മാന്ത്രികൽ എന്ന് പറയുന്നത്. സോ അത് മാത്രമല്ല ഈ പറയുന്ന പോലെ ഈ ഒരു മാന്ത്രികൽ യൂസ് ചെയ്യുന്ന യൂസറിന് അയാളൊരു ഹ്യൂമൻ ആണോ എന്തുമായിക്കോട്ടെ അയാൾക്ക് അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാനായി സാധിക്കുന്നതാണ്. ഈ ഒരു മാന്ത്രികൽ ഈ സീരീസിൽ കൂടുതലായി യൂസ് ചെയ്യുന്നത് അങ്കിൾ തന്നെയാണ്. സോ അങ്കിൾ എന്ന് പറയുന്നത് ഒരു പ്രായമായിട്ടുള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ ഈ ഒരു മാന്ത്രികൽ യൂസ് ചെയ്യുമ്പോൾ ചെറുപ്പക്കാരനായിട്ടൊക്കെ നിൽക്കുന്നതായി കാണാം. സോ പുള്ളിയുടെ ഫിസിക്കൽ ബോഡി അങ്ങനെ ആവുമെന്നല്ല ഞാൻ പറയുന്നത്. സോ ഞാൻ ഉദ്ദേശിച്ചത് പറയുന്ന പോലെ ഈ മാന്ത്രികൽ യൂസ് ചെയ്യുന്ന യൂസർ ഇപ്പോൾ അങ്കിളാണ് ഈ മാന്ത്രികൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായം കുറയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും ആ ഒരു ഫിസിക്കൽ ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ആണെങ്കിലും പുള്ളിയുടെ മൈൻഡ് ആണെങ്കിലും ബുദ്ധിയാണെങ്കിലും എല്ലാം ഈ പറയുന്ന പോലെ ഒരു യങ്സ്റ്ററുടെ ഒരു രീതിയിലൊക്കെ മാറും. സോ പുള്ളിയുടെ പ്രായം കുറഞ്ഞ രീതി കാണിക്കുമെന്ന് തന്നെ ഞാൻ പറഞ്ഞത് പുള്ളിയുടെ ഒരു എബിലിറ്റി ആ ലെവലിലോട്ട് പോകുന്നതാണ്. സോ ഈ ഒരു കൂട്ടത്തിലെ 11ാമത്തെ മാന്ത്രികലാണ് കുരങ്ങൻ്റെ മുതലുള്ള മാന്ത്രികൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു മാന്ത്രികൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ജീവനുള്ളവയോ ജീവനില്ലാത്തവയായിട്ടുള്ള ഏതൊരു വസ്തുവിനും ആനിമലായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായി സാധിക്കും. സോ ഈ ഒരു മാന്ത്രികല് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തു ആയിക്കോട്ടെ അതിന് തിരിച്ച് ഹ്യൂമൻ ഫോമിലോട്ട് വരാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ ഫോമിലോട്ട് വരാൻ സാധിക്കില്ല. പെർമനൻ്റ് ആയിട്ട് തന്നെ ആ ഒരു ഫോമിലോട്ട് മാറും അല്ലെങ്കിൽ ഒരു ആനിമൽ ഫോമിലോട്ട് മാറും. സോ 12 മാന്ത്രികലിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാന്ത്രികൽ എന്ന് പറയുന്നത് പുലിയുടെ മുതലുള്ള മാന്ത്രികലാണ്. ഈ ഒരു മാന്ത്രികലിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് സ്പിരിച്വൽ ബാലൻസിലേക്ക് ആൾക്കാരെ എത്തിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഒരു വീക്കസ്റ്റ് ആയിട്ടുള്ള മാന്ത്രികലും ഇതാണെന്ന് തന്നെ പറയാം. ഈ ഒരു മാന്ത്രികൽ യൂസ് ചെയ്യുന്ന യൂസറിൻ്റെ ഉള്ളിലുള്ള നന്മയും തിന്മയും വേറിട്ട് നിർത്തിക്കൊണ്ട് ആ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പേഴ്സണാലിറ്റി കൊടുക്കാനായി സാധിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡബിൾ റോളായിട്ടൊക്കെ മാറിക്കൊണ്ട് ഇവർക്ക് ഈ പറയുന്ന പോലെ 2 പേഴ്സണാലിറ്റി, ഒരാൾ നല്ലതായിരിക്കും ഒരാൾ ചീത്തയായിരിക്കും. സോ അങ്ങനെയായിരിക്കും അവരുടെ പേഴ്സണാലിറ്റി എന്താണോ അവർക്ക് തോന്നുന്നത് അതുപോലെ അവരങ്ങ് ചെയ്യാനായി തുടങ്ങും. സോ വലിയ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മാന്ത്രികനൊന്നും അല്ല ഇത്. എന്നാൽ ഈ ഒരു മാന്ത്രികനോട് ഉണ്ടെങ്കിൽ മാത്രമേ ഷിൻഡോയ്ക്ക് തൻ്റെ റിയൽ ഫോമിലോട്ട് വരാനായി സാധിക്കൂ. സോ ഇതാണ് ഈ പറയുന്ന 12 മാന്ത്രികൽ എന്ന് പറയുന്നത്. സോ ഈ 12 മാന്ത്രികൽ ഷിൻഡോയ്ക്ക് കിട്ടുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമായ കഥകളൊക്കെയാണ് നമ്മൾ ഫിനാലെ എപ്പിസോഡിൽ കാണുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഗുണമൊന്നും കളയുന്നില്ല. ഒരു ഫിനാലെ എപ്പിസോഡിൽ മാജിക്കും കാര്യങ്ങളും കൊണ്ടൊക്കെ നിറഞ്ഞ് കൊണ്ടാടിയിരിക്കുകയാണ്. സോ ഈ ഒരു പറയുന്ന ഫസ്റ്റ് സീസണിൻ്റെ അവസാനം ഒരു എന്താ പറയുക ഒരു ടേലൻറ്റ് പോലെ ഉണ്ട്. ഈ ഒരു ടേലൻറ്റാണ് സെക്കൻഡ് സീസണിലേക്ക് കൊടുക്കുന്ന ഒരു വേ എന്ന് പറയുന്നത്. സോ എന്താണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ സെക്കൻഡ് സീസൺ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. ആ ഒരു പ്ലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയാം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പുറത്ത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് സീസണെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ളത്. സോ ഫസ്റ്റ് സീസണിൻ്റെ ഒരു പ്ലോട്ട് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിന് നല്ലൊരു എപ്പിസോഡ് കാണാവുന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി സൈൻ ഓഫ് ദി AK Spoke മലയാളം.